ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒറീസയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 2000 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇനി തന്നെയാണ് പോണേ. രാവിലെ ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ ഓക്കെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ എൻജിൻ ഓയിലും ഓക്കെയാണ്. മുഷിഞ്ഞിരിക്കുവാണ് വണ്ടി. ഞാൻ കഴുകാത്തതുകൊണ്ട് മുഷിഞ്ഞിരിക്കുക. ഇനിയിപ്പം നാട്ടിൽ ചെന്നിട്ട് വേണം വണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പാക്കി എടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വണ്ടിക്കകത്ത് കാണിച്ചിട്ട് വണ്ടിക്കകത്ത് സാധനങ്ങൾ ഞാൻ ഐക്യെന്നൊക്കെ മേടിച്ചായിരുന്നു. ഹൈദരാബാദ് ഐക്യെന്ന് മേടിച്ച സാധനങ്ങളൊക്കെയാണ്. അത് ഞാൻ കാരണം ഹൈദരാബാദ് പിന്നെ വന്നിട്ട് ഞാൻ പിന്നെ പോയില്ല, നാട്ടിലേക്ക് പോയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അതുകൊണ്ട് വണ്ടിക്കകത്ത് സാധനം കയറ്റി വെച്ചേക്കുക. ഇതിനകത്ത് 25 കിലോ മാങ്ങാപ്പഴമുണ്ട്. ഇത് മേസ്. അത് നാട്ടിൽ കിട്ടാൻ പാടല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാം. 2 ടയറ്. കാരണം എൻ്റെ ടയർ ഓൾമോസ്റ്റ് 70-60% തീർന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വേണം, വഴിയിൽ വല്ലതും പഞ്ചറായി കഴിഞ്ഞാൽ ഇനി ടയർ പഞ്ചർ ചെയ്യണില്ല, ഇനി നേരെ മാറുകയുള്ളൂ ഞാൻ. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇത് ഏകദേശം ഒരു 50% ആയിട്ടില്ല, 40% ആയിട്ടുള്ളൂ. അപ്പോൾ ടയർ 2 ഉണ്ട്. 2 ടയർ, കൊച്ചിൻ്റെ പാവക്കുട്ടി, പിന്നെ പെട്ടി കാര്യങ്ങളൊക്കെ. ഇപ്പം എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ സ്റ്റാൻഡ് വിടാം ഇവിടുന്ന്. ഇതാ നമ്മുടെ ഇവിടുത്തെ ഓഫീസിലെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ചേട്ടനാട്ടോ. പുള്ളി ക്യാമറ പിടിച്ചത്. തല്ലി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഫുൾ ഷട്ട് ഡൗണാ. അവിടെ അങ്ങനെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, സീറ്റ് ബെൽറ്റ് സെറ്റായി. വീട്ടിലത്തെ വാഷിംഗ് മെഷീൻ കേടായിപ്പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് അത് റിപ്പയറിന് കൊടുക്കണം. അത് റിപ്പയറിന് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് റിപ്പയർ സർവീസ് സെൻ്റർ ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് റിപ്പയർ നടക്കില്ല. അപ്പം എമർജൻസിക്ക് വീട്ടിൽ ഇത്രയും പേരില്ലേ, അപ്പം വീട്ടിൽ ഇത്രയും പേരുള്ളപ്പം തുണി വെക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ. അതുകൊണ്ട് ഞാനത് കൊണ്ടുപോയിട്ട് തിരിച്ച് വണ്ടിക്കകത്ത് തിരിച്ച് കൊണ്ടുവരാമല്ലോ. വണ്ടിയല്ലേ പോണേ, എന്തെങ്കിലും വല്ല സാധനം വേണം നമുക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പം ഈ പ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഈ പ്രാവശ്യം ഞാൻ XUV 500ൻ്റെ മൈലേജ് നോക്കാൻ പോവാം. ഫുൾ ടാങ്ക് ഫുൾ. എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം 2-3 പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് എണ്ണ നിറയ്ക്കേണ്ടി വരും. അപ്പം ഫസ്റ്റ് ടാങ്ക് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്നാ ചെയ്യണം, ഞാൻ ആദ്യം 100-ന് താഴെ വണ്ടി ഓടിക്കുള്ളൂ. 100-90 ഇടയ്ക്കേ വണ്ടി ഓടിക്കുള്ളൂ. അത് ആ ടാങ്ക് തീരുന്നവരെ ഞാൻ 100-90 ഇടയ്ക്ക് ഓടിക്കുള്ളൂ. പിന്നീടുള്ള ടാങ്ക് ഫുൾ ചെയ്യുമ്പം അത് ഞാൻ 100-ന് മേളിലേക്ക് ക്രോസ് ചെയ്യും. അപ്പം നമുക്ക് ആവറേജ് ആയിട്ട് ഒരു ഫുൾ ടാങ്കിനകത്ത് എത്ര കിലോമീറ്റർ ഓടും നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഡീസൽ പമ്പ് വെച്ച് നമുക്ക് കാണാം. ഇന്ത്യൻ ഓയിലിൻ്റെ എവിടെ എത്തി? ഇന്ത്യൻ ഓയിൽ നമ്മുടെ ഇത് ബോർഡറിലാട്ടോ, ആന്ധ്ര ഒറീസ ബോർഡറിലാണ്. അപ്പോൾ ടാങ്ക് ഡീസൽ അടിക്കാൻ തുടങ്ങി. ഇവിടെ 96 രൂപ, 96.8 പൈസ. ഇനിയിപ്പം ആന്ധ്രയിൽ എത്രയാണ്? ആന്ധ്രയിൽ എനിക്ക് തോന്നുന്നു കൂടുതലാണെന്ന് തോന്നണേ. ഒരു ടയറെല്ലാം ഓക്കെയാണ്. ആണി കീണി വല്ലതും ഉണ്ടോയെന്ന് നോക്കട്ടെ. കാരണം ഈ ടയറിൻ്റെ പകുതി മുക്കാലും ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പഞ്ചറാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാറിക്കളയണം എന്ന് ഓർക്കുന്നത്. കുഴപ്പമില്ല. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടയറൊക്കെ നോക്കണം. കാരണം ഈ ട്യൂബ്ലെസ് ടയറിനായതുകൊണ്ട് ആണി കയറിയിരിക്കും അകത്തേക്ക്. പക്ഷേ നമ്മളറിയില്ല. ട്യൂബ് ടയർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം ആണി കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ കാറ്റ് പോലും. ഇതിൻ്റെ കാറ്റങ്ങനെ പെട്ടെന്ന് പോവില്ല. അപ്പോൾ എത്ര ലിറ്റർ ആണെന്ന് നോക്കട്ടെ.
നമുക്ക് ആ ഇതൊന്ന് സെറ്റ് ചെയ്യാം. കിലോമീറ്റർ സെറ്റ് ചെയ്യട്ടെ. കിലോമീറ്റർ ട്രിപ്പ് എ 0 ആക്കി, ട്രിപ്പ് ബി 0 ആക്കി. അപ്പം ഇനി ഇവിടെയും കൂടെ റീസെറ്റ് ചെയ്യണേ. കാർ ഇൻഫോ റീസെറ്റ്. ഓ ഇതും റീസെറ്റായി. 96 രൂപ വില. നമ്മുടെ മോദിജി ഇരിക്കണുണ്ടോ? എൻ്റെ പൊന്ന് മോദിജി, ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന നമ്മൾ എന്നാ ചെയ്യും? ഇക്കുറി ഫുള്ളായിട്ടോ. ഇത് ടാങ്ക് ഫുള്ളാണേ, ഉണ്ടോ? ടാങ്ക് ഫുള്ളാണ്. മൊത്തം 66,415. അപ്പോൾ നീ ഇവിടുന്ന് നീ സ്റ്റാൻഡ് വിടാം. ഈ ഇടയ്ക്ക് വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഞാൻ വണ്ടിയുടെ കാറ്റ് ചെക്ക് ചെയ്തിട്ട് ഒരു 3 മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, അതല്ല നല്ലത്. കത്ത് വെച്ച് ദക്കല അത് കത്ത് തപ്പോ 35. ഇവിടെ देखिए ഇവിടെ കൊണ്ടാ പോസ്റ്റ് ഇതുകൊണ്ട് ആണി ഉണ്ടോ? ആണി നമുക്ക് ഈ ആണി എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിലേ ഇത് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കും തോറും അത് പിന്നെ അകത്തേക്ക് കയറി കയറി പോവും. ഓഹോ, സൈഡിൽ കൂടെ കയറിയിരിക്കണേ. ഇല്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് നോക്കട്ടെ, അപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സെറ്റായി. അതുകൊണ്ട് പിന്നെ ഞാനൊരു ബൈ ചാൻസ് വണ്ടി എവിടെയെങ്കിലും കേടായി കഴിഞ്ഞാൽ ടോച്ചൻ വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഒരു ടോം ബെൽറ്റും ഉണ്ട്. അപ്പം ടോയിങ് റോപ്പാ. എവിടെയെങ്കിലും ആരെങ്കിലും വണ്ടി പെട്ടുപോയി കഴിഞ്ഞാൽ, നമ്മുടെ മാത്രമല്ല കേട്ടോ, വേറെ വഴിയിൽ ആരെങ്കിലും വണ്ടി ആൾക്കാർക്ക് ഹെൽപ്പ് വല്ലതും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരെ ടോ ചെയ്ത് അവരെ എമർജൻസി സ്ഥലത്ത് നമുക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം ഒറീസ ബോർഡർ ഇപ്പം ജസ്റ്റ് തീരാൻ പോവുക. ഇനിയുള്ളത് ആന്ധ്രാപ്രദേശാണ്, ആന്ധ്രാപ്രദേശ് ബോർഡറാണ്. അപ്പം ആന്ധ്രയുടെ വഴി കിടുക്കം വഴിയാണ്. ഒറീസയുടെ വഴി അത്ര പോരാ കേട്ടോ. കാരണം ഒറീസയുടെ വഴി ഇവർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വഴികളുടെ റിപ്പയർ ചെയ്യുമ്പം അതിന് കുണ്ടും കൂടി പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി സ്പീഡിൽ പോകുമ്പം കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആന്ധ്രാപ്രദേശ് ചില സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല കിടക്കാച്ചി വഴിയാണ്. ഇതാ ആന്ധ്ര ബോർഡർ എത്തിയിട്ടോ. ഇതുണ്ടോ ബോർഡറിലൊക്കെ വണ്ടി നിൽക്കണുണ്ടോ? കഞ്ചിലി ഇതാ ബോർഡർ എത്തി. കോവിഡ് ക്യാമ്പൊക്കെ ഇവിടെ ഉണ്ട്. ഗോസ്ലോ ചെക്ക് പോസ്റ്റ് ഉണ്ടോ? നീ ഇവിടെ
ഇവിടെ നല്ല വഴി ആയിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അല്ല, ആന്ധ്രയിൽ അല്ലെങ്കിലും പൊതുവേ നല്ല വഴികളൊക്കെയാണ്. മോശമായിട്ടുള്ള വഴികൾ കൂടുതലുള്ളത് എനിക്ക് തോന്നുന്നു ഒറീസയിലാണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, മഴ തുടങ്ങി കേട്ടോ. ഭയങ്കര മൂടലാണ്. ഇതുണ്ടോ, ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടിപ്പം 44 കിലോമീറ്റർ ആയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഓണാണ്. ഇതിനകത്ത് മൈലേജ് ഇവിടെ കാണിക്കണത് 18. കിട്ടിയാൽ മതിയായിരുന്നു, 18 കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഈ വണ്ടി എണ്ണയുടെ വില ഇങ്ങനെ കൂടിയതുകൊണ്ട് ഈ ചിലവ് കൂടുതലാണ് ഈ മൈലേജ് കുറയുമ്പം. നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ധൃതിയൊന്നുമില്ല, പതുക്കെ 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 പോവാം. മഴ 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 മഴ. ആദ്യത്തെ ടോളിൻ്റെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ടോളാണ് കേട്ടോ. ആദ്യത്തെ ടോള് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ എടുത്തപ്പോഴത്തേനും ഗേറ്റ് ഓൾറെഡി തുറന്നു. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ഇത് രണ്ടാമത്തെ ടോള്. ഓ അമ്പ കണ്ടില്ല. ഏതായത് നാഷണൽ ഹൈവേ അതോറിറ്റി അനിച്ചലി. ലക്ഷ്മിപുരം. വിശാഖപട്ടണം 180 കിലോമീറ്റർ, ശ്രീകാകുളം 68 കിലോമീറ്റർ. വിശാഖപട്ടണം 180. അപ്പം ഞാൻ സ്പീഡ് കുറവാണ്. അല്ലെങ്കിലേ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ പകുതി വഴി ആണ്ടതായിരുന്നു. ബരാമ്പൂരത്ത് വിശാഖപട്ടണം 265-275 കിലോമീറ്ററാണ്. പക്ഷേ 100 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 100 അല്ല, 76 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തു. സ്പീഡ് കുറവാണ്, പക്ഷേ കുഴപ്പമില്ല. മൈലേജ് ഉണ്ടോ 17.5. കുറച്ച് ഇതേ ഒരു നാട്ടിലത്തെ ബസ്. ഞാൻ എന്താ ശ്രീകാകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബസ്സിന്നു സമയം ഇപ്പം ഏകദേശം 8:30 ചൂട് ദോശ ഉണ്ടോ. ഞാൻ പറഞ്ഞു ഒരു ഉള്ളിദോശയും പിന്നെ ഒരു 2 ഇഡ്ഡലിയും പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇഡ്ഡലി വന്നു കേട്ടോ. ഇഡ്ഡലി കാണിക്കട്ടെ. ഏറ്റവും നല്ല ശാപ്പാട് കിട്ടുന്നത് ആന്ധ്രയിലാണ്. ദോശയും ചമ്മന്തിയും പല പല വെറൈറ്റി. ഇത് ദോശയും ചൂടുള്ള ദോശ. എന്നാൽ കഴിക്കട്ടെ കേട്ടോ. ചെറിയ മഴയുണ്ട്, മഴ തൂളുക. ആ 2 ഇഡ്ഡലിയും ഒരു ഒനിയൻ ദോശ കഴിച്ചിട്ട് 45 രൂപ. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, ആവറേജ് ആയിരുന്നു. ആവറേജ് എന്ന് വെച്ചാൽ ഒരു 100-ൽ നിന്ന് ഒരു 50 മാർക്ക് കൊടുക്കാം. വണ്ടി ബാക്കിലത്തെ സൈഡ് താഴേക്ക് ഇരുന്ന് പോയിട്ടുണ്ട്. ലോഡ് കാരണേ കേട്ടോ, ബാക്കെല്ലാം ഇരുന്ന് കിടക്കുക. സെറ്റപ്പ്.
ഇനി അടുത്ത സ്റ്റോപ്പ് വിശാഖപട്ടണം. ഇപ്പം നമ്മൾ വിശാഖപട്ടണം എത്തി. വിശാഖപട്ടണം ബൈപ്പാസിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:43. ഇത് ഈയിടെ പണിത ബൈപ്പാസാണ് ഇത്. കാരണം വിശാഖപട്ടണം നിന്നും നമ്മൾ വിശാഖപട്ടണം ക്രോസ് ചെയ്യണമെങ്കിൽ ടൗണിനകത്തോടെ പോകണമെങ്കിൽ ഭയങ്കര ജാമായിരിക്കും, ട്രാഫിക്കും ജാമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു ജാം ഒഴിവാക്കാൻ വേണ്ടി വിശാഖപട്ടണം ബൈപ്പാസ് പറഞ്ഞ ഈയിടെ പണിതിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് തോന്നുന്നത്. നല്ല വീതിയിലാണ് പണിതേക്കണം. മൊത്തം കോൺക്രീറ്റ് റോഡാണ് ഗൈസ്. ആ വിശാഖപട്ടണത്തിൻ്റെ മറ്റേ ആ ബൈപ്പാസിലായിരുന്നോ, അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ വഴി ഇങ്ങനെ ആയിപ്പോയി. നമ്മുടെ കിലോമീറ്റർ അയക്കണത് 251 കിലോമീറ്റർ ആയി. മൈലേജ് കുറഞ്ഞത് 14ലേക്ക് വന്നു. വഴി മോശമാണ്, അതുകൊണ്ട് മൈലേജ് കുറഞ്ഞു, സമയം കൂടുതൽ. വഴി സിംഗിൾ വേ ഉണ്ടോ. ഇവിടെ ലോക്ക്ഡൗണും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. സാധാരണ രീതിയിലൊക്കെ കടകളൊക്കെ തുറന്ന് സാധാരണ രീതിയിലാണ് വർക്ക് ചെയ്യണേ. വീക്ക് ഡേയ്സ് പോലെയാണ് ഇരിക്കണേ. ലോക്ക്ഡൗണും ഇല്ല. പക്ഷെ ഒറീസയിൽ സാറ്റർഡേ സൺഡേ ഫുൾ ലോക്ക്ഡൗൺ കേട്ടോ. ഇവിടെ ലോക്ക്ഡൗൺ ഇല്ല, ഒന്നുമില്ല. കടകൾ ഹോട്ടലൊക്കെ തുറന്നേക്കണുണ്ടോ. കണ്ടോ വിശാഖപട്ടണം നോക്കി എങ്ങനെയാന്ന്. എന്നാ തിരക്കാൻ നോക്കി, ആൾക്കാർ നോക്കി. ഇവിടെ ഒരു കൊറോണ ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ തിരക്ക് നോക്കി. ഓരോരോ കടകൾ തുറന്നേക്കണുണ്ടോ. അമ്മക്ക് ഹെൽമെറ്റ് ഇല്ലാത്ത വലിയ ഹെൽമെറ്റ് ഇട്ടുണ്ടാവും പോണേ. ഇങ്ങനെയുണ്ടോ ആൾക്കാർ. വണ്ടി ഞങ്ങളിവിടെ നിർത്തി. വണ്ടി നിർത്തിക്ക് മാങ്ങാപ്പഴം കഴിക്കാൻ, മാങ്ങാപ്പഴം മേടിക്കാൻ വേണ്ടി, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മാങ്ങാപ്പഴം മേടിക്കാൻ വേണ്ടി വന്നാ ഉണ്ടോ. അടിപൊളി മാങ്ങാപ്പഴം. എന്നെ മധുരം എന്നറിയാവോ. ഇതിന് കാർബൈഡോ കാര്യങ്ങളൊന്നും ഇടാത്ത മാങ്ങയാ, മരത്തിൽ തന്നെ പഴുത്തതാ. ഭയങ്കര സ്വീറ്റാ. ഞാനൊരു 25 കിലോ എടുക്കാൻ പോവാ. ഇതിനകത്ത് ഇവർ പറയണത് ഇതിനകത്ത് കാർബൈഡോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയണത്. നിങ്ങളും കഴിച്ച് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര മധുരം. ഭയങ്കര മധുരം. വെറുതെ ആണോ മാംഗോ is the king of the fruit എന്ന് പറയണേ. ഒരു രക്ഷയില്ല. മുട്ടനാടി ഇടിക്കാൻ പറ്റാണോ ഇടാ.
മാങ്ങ താഴെ വീണോ. അയ്യോ, ഇങ്ങനെയൊക്കെ രസമില്ല സാധനം. എന്നാ മധുരം. ഒരു രക്ഷയില്ല കേട്ടോ മാങ്ങ, ഒരു രക്ഷയില്ല. താടിയിലൊക്കെ ആയിക്കണം. ഇതിനെ പറഞ്ഞ ഫാം ഫ്രഷ് മാങ്ങാപ്പഴം. തൃപ്തിയായി. ഒരു കിലോയ്ക്ക് അവിടെ 30 രൂപ തന്നെ, അല്ല 30 രൂപ മേടിക്കണേ. അപ്പോൾ ഞാനൊരു 800 രൂപയ്ക്ക് മേടിച്ചു ഒരു ബോക്സ്. അതാകുമ്പം നാട്ടിൽ പപ്പന്മാർക്കും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാമല്ലോ. അയ്യോ, ഞാൻ എന്നാൽ കഴി കഴിയട്ടെ എന്നാൽ. ഓക്കെ, എനിക്ക് തെലുഗു ഇച്ചിരി അറിയത്തില്ലായിരുന്നേ, തെലുഗു സംസാരിക്കാറില്ല. അപ്പോൾ ചേച്ചിയാ എന്നോട് പറഞ്ഞേ ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഞാൻ 875 രൂപയായിരുന്നു ചേച്ചി. അപ്പോൾ ചേച്ചി എന്നെ കുറയ്ക്കെന്ന് പറഞ്ഞു. ചേച്ചി അതിട്ട് 800 രൂപയ്ക്ക് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. दीदी ये आपका बगीचा है क्या? ये आपका है? अपना नहीं, दूसरा का अपना उधर। अच्छा अच्छा, अपने बागान। तो ये आप बाजार में बेचते नहीं हो? बाजार में साग टूटेगा, मार्केट जाने वाला जा सकता, फल हो जाएगा इधर बेचेगा। अच्छा, यहाँ पे बेचते हो? फल इधर बेचेगा, कच्चा वो मार्केट में चला जाएगा। अच्छा अच्छा, ദേ മരത്തെ മൊത്തം കണ്ടോ, ഇത് കണ്ടോ, മരത്തെ മൊത്തം മാങ്ങ. നമുക്കിനി വണ്ടിക്കകത്ത് സാധനങ്ങളെല്ലാം കയറ്റി പാക്ക് ചെയ്ത് സെറ്റപ്പാക്കാം. ചേച്ചി എനിക്ക് നല്ല ദീദി, ഓ ദീദി, ചേച്ചി എനിക്ക് നല്ല മാങ്ങാപ്പഴം തന്നുകൊണ്ട്, നല്ല അടിപൊളി മാങ്ങാപ്പഴം തന്നു ഞാൻ ചേച്ചിക്ക്. കോൺ, ये मक्का गिफ्ट ओडिशा से, ठीक है, गिफ्ट है। ठीक है, ओके दीदी। मैंगो, हाँ ओडिशा मैंगो। ചേച്ചിയോട് ഞാൻ ചോദിക്കുവാണ് ഹിന്ദി എവിടെ നിന്ന് പഠിച്ചെന്ന്. दीदी कहाँ से आप हिंदी सीखे? हम इधर सीख लिए, इधर से बात करते करते सीख लिया आप। हाँ। अच्छा हुआ कि हम आपको हिंदी मतलब मालूम है। आइए इधर मिलेगा। हाँ। मिलेगा। ओके, ठीक है, टाटा ബൈ, ടാറ്റ. ഇനി നമുക്ക് സ്റ്റാൻഡ് വിടാം. കൈ സാനിറ്റൈസ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, കൈ സാനിറ്റൈസ് ചെയ്ത്. ഓക്കെ, സെറ്റായി. ഇനി നമുക്ക് പതുക്കെ വിടാം. ടാറ്റ. വണ്ടിയില്ല ഇവിടെ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല കേട്ടോ, സീറ്റ് ബെൽറ്റ് ഇടണം. ഓക്കെ. അയ്യോ, ഞാൻ നേരത്തെ ബരാവൂരിൽ നിന്ന് മേടിച്ച് മാങ്ങ ഇച്ചിരി പച്ചയായിരുന്നു. പച്ചക്കകത്ത് അവർ കാർബൺ ഇട്ടാ കൊണ്ടുവന്നേക്കണേ, ഒരു കാർബണിൻ്റെ പൊതി ഇട്ടേക്കണേ. അവർ പറഞ്ഞു ബുധനാഴ്ച ആവുമ്പോൾ കഴിക്കാൻ പാവം. അപ്പോൾ ബുധനാഴ്ച ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇനി ബുധനാഴ്ച ആരാ കാത്തിരിക്കണേ. അതുകൊണ്ട് ഞാൻ പഴുത്ത് നോക്കി ഞാൻ മേടിച്ചതാണ്. 25 കിലോയിൽ നിന്ന് പഴുത്തത് 10 കിലോ, ബാക്കി ഇച്ചിരി പച്ച 15 കിലോ.
ഞാനിപ്പം രാജമന്ത്രി ഇവിടുന്ന് 90 കിലോമീറ്റർ ഉണ്ട് രാജമന്ത്രി. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് പഞ്ചാബി ഡാബ. ഇതാണ് ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെ ആന്ധ്ര സ്റ്റൈലിലുള്ള ഥാളിയില്ല. അപ്പം ചോറ്, പിന്നെ കോഴിക്കറി, പിന്നെ എന്നാ ഇച്ചിരി മോര്, പരിപ്പ് കറി, പിന്നെ ഒരു മുട്ടയുടെ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. കഴിക്കാം. ഉറക്കം വരുവാണെങ്കിൽ ഉറക്കം വരട്ടെ, ഇച്ചിരി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ രാത്രി പിന്നെ വണ്ടി ചോട്ടിയാൽ മതി. അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യം. ഇപ്പോൾ സമയമായത് 3:30. ഞാനിച്ചിരി പതുക്കെ വന്നു, അതുകൊണ്ട് വെച്ചാൽ എത്ര ലേറ്റ് ആയി. അല്ലെങ്കിൽ സാധാരണ എനിക്ക് 12 മണിക്കൂർ മതി വിജയവാഡ എത്താൻ വേണ്ടി. അപ്പം എന്തായാലും വഴി എനിക്ക് രാജമന്ത്രി എത്തിക്കഴിയുമ്പോൾ മമ്മിക്ക് വേണ്ടി ഇച്ചിരി പൂച്ചെടിയൊക്കെ മേടിക്കണം. അതെല്ലാം മേടിച്ചിട്ട് വേണം അവിടുന്ന് രാത്രി സ്കൂട്ടാൻ. അപ്പോൾ ശരി, എനിക്ക് തോന്നുന്നു എനിക്ക് മണ്ടത്തരം പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ വിശപ്പിൻ്റെ ആവേശത്തിന് ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്തു. അത് എനിക്ക് തന്നെ ഇതൊന്നും തിന്നാൻ പറ്റില്ല. തിന്നാൽ ഞാൻ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുള്ളൂ. ഇത് കാണിക്കട്ടെ. ഇത് റൈസ്, തൈര്, ഇത് സലാഡ് ഉണ്ടോ, സലാഡ്, ഇത് പരിപ്പ്, ഓംലെറ്റ്, ഇത് ചില്ലി പെപ്പർ. തിന്നുന്നത് പോലും എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. മൊത്തം തിന്നാൽ ഞാൻ കിടന്നുറങ്ങുകയുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചു, പക്ഷേ എല്ലാം തീർക്കാൻ പറ്റില്ല. ഞാൻ ചോറ് ഇച്ചിരി മിച്ചം വെച്ചു. ഇത്ര മറ്റേ ആ തടക്ക ഇച്ചിരി മിച്ചം വന്നു, അത് ഞാൻ പാക്ക് ചെയ്തു. ഇത് ബ്രെഡുണ്ട്, രാത്രി വേണമെങ്കിൽ അത് വെച്ച് കഴിക്കാം നമുക്ക്. അപ്പം ഇവിടുന്ന് സ്റ്റാൻഡ് വിടുക. ഇനി 90 കിലോമീറ്റർ രാജമന്ത്രി, പിന്നെ വിജയവാഡ, പിന്നെ നെല്ലൂർ. കുറേ ഉണ്ട്. ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? മൊത്തം 367 കിലോമീറ്റർ ഓടിയിട്ടുള്ളോ? പോരാ. രാത്രി പിടിപ്പിക്കാം പിന്നെ. അപ്പോൾ എന്നാൽ ശരി എന്നാ. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പം രാജമന്ത്രി ക്രോസ് ചെയ്തു. ഇപ്പം ഞാൻ വീട്ടിലേക്ക് വേണ്ടി ഇച്ചിരി പൂച്ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നല്ല വെറൈറ്റി, വീട്ടിലില്ലാത്ത നല്ല വെറൈറ്റി 1-2 നോക്കി എടുക്കാൻ വേണ്ടി ഓർത്തിരിക്കുക. പല ഇതെല്ലാം ഇൻഡോർസാണ് കേട്ടോ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സാണ് കേട്ടോ. നല്ല പക്ഷേ വൃത്തിമനയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. ഞാൻ എടുത്തേക്കണത് ഇത് കൂട്ടാ. ഇതുണ്ടോ, ഇതും നീ എത്ര രൂപ നോക്കട്ടെ. പക്ഷേ കാശ് കൂടുതലാണ്. എല്ലാത്തിനും ഒരു ഇച്ചിരി കൂടുതൽ കാശാണ് മേടിക്കണം ചിലപ്പം. കേന്ദ്രം നോക്കി മാങ്ങ ഡിസ്പ്ലേ വെച്ചേക്കണേ, വിൽക്കാൻ വേണ്ടി കേട്ടോ. മാപ്പ് വെച്ചേക്കണത് നായിഡുപേട്ട. അപ്പം ഞാനിപ്പം
നായിഡുപേട്ട എന്ന സ്ഥലത്താണ്. നായിഡുപേട്ട. സമയം 2 മണി. 2 മണി. ഇനി ഇവിടെ ഇച്ചിരി നേരം കിടന്നുറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് ഇപ്പോൾ 2 മണി ആയില്ലേ, 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഒരു 10-12 മണിയാകുമ്പോഴത്തേനും വീട്ടിലെത്താമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം എത്ര കിലോമീറ്റർ ആയെന്ന് നമുക്ക് നോക്കാം. എത്ര കിലോമീറ്റർ ആയി, എത്ര മൈലേജ് കിട്ടും നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ വന്ന റൂട്ടിൽ ഞാൻ ഒരു 80% ക്രൂസിലായിരുന്നു. 80% ഞാൻ 100-ന് താഴെയാണ് ഓടിച്ചത്. ഇനി ബാക്കിയുള്ള 20% 100-ൻ്റെ മേളിലായിരുന്നു. അപ്പം മൈലേജ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുണ്ടെന്ന് 942 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡീസൽ എത്ര കയറാൻ നോക്കട്ടെ. വിലയിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ, വിലയെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എത്രയാണെന്ന് നോക്കട്ടെ. 68.7. Nine 42 68 13.7. കുഴപ്പമില്ല, ഇത്രയും കിട്ടിയല്ലോ. ഇത്രയും ലോഡ് വെച്ച് വണ്ടി ഓടിയതല്ലേ. പയ്യ കാർഡ് പേടിഎം. പിന്നെ ഞാൻ 2 മണിക്ക് നായിഡുപേട്ട വന്ന് കിടന്നുറങ്ങിയതാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരുപ്പതി, ചിറ്റൂർ, അത് കഴിഞ്ഞിട്ട് പിന്നെ വെല്ലൂരിൽ നിന്ന് പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ പിടിക്കുക. അപ്പോൾ എന്തായാലും യാത്ര കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ചായ ഒന്ന് കുടിച്ച് 2 ബോട്ടിൽ വെള്ളവും മേടിച്ചു. എൻ്റെ വെള്ളമെല്ലാം തീർന്നു പോയി. ഇനിയിപ്പം വെള്ളം മേടിച്ചിട്ട് വിടാം. വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടിക്ക് കുഴപ്പമില്ല. വണ്ടി എല്ലാം മുഷിഞ്ഞ് കിടക്കുക, മൊത്തം ചെളിയായി കിടക്കുക. ഉണ്ടോ? അടിപൊളി. ലൈറ്റ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേനുണ്ടല്ലോ സെറ്റപ്പായി. ഇവൻ ആക്ച്വലി ഈ XUV ഉണ്ടായേക്കുന്നത് ഈ ഹൈവേ കൂടെ ഓടാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഗട്ടർ വഴിക്ക് ഒട്ടും പറ്റില്ല. ഗട്ടർ വഴിയിൽ ഈ സാധനം നമുക്ക് കൊണ്ടുപോകാനേ പറ്റില്ല. നമ്മുടെ നടുവിൻ്റെ ഇടപാട് തരും. ഹൈവേ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ലപോലെ വിട്ടടിച്ച് പൊക്കോളും. സൂപ്പറായിട്ട് വിട്ടടിച്ച് പൊക്കോളും, ഒരു ടെൻഷനില്ല. ചായ പിടിക്കാം. ചായ കുടിച്ചാലേ ബ്രെയിൻ സെൽസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവ് ആവുള്ളൂ.
കയറിയിട്ടില്ല. തമിഴ്നാട് ബോർഡറിലാണ്. അവിടെ ബോർഡറിൽ എത്തിയപ്പോഴത്തേനും അവർ എന്നോട് ഇ പാസ് ചോദിച്ചു. അപ്പം ഇ പാസ് ഇല്ലാതെ ആരും ഇങ്ങോട്ട് വരില്ല കേട്ടോ, നാട്ടിലേക്ക് ആരും കയറി വന്നേക്കില്ല. ഇ പാസ് കമ്പൽസറിയാണ്. നമ്മൾ എത്ര പ്രാവശ്യം നാട്ടിൽ വന്നാലും, എന്തേലും പ്രാവശ്യം നാട്ടിൽ വന്നാൽ നമുക്ക് ആ നാട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അതാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുളിർമ തുടങ്ങും. നമ്മൾ കുളിര് തുടങ്ങും. നമുക്ക് കുളിര് ആണ്. അതായത് വ്യൂ നോക്കിയേ. പാസ് കാണിച്ചില്ല. എന്താ പാസ്? എവിടെ പോകുന്നത്? തൊടുപുഴ. തൊടുപുഴ. നെഗറ്റീവ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഇല്ല. കൊറോണ എടുത്തില്ല, ടെസ്റ്റ് എടുത്തില്ല. ഞാൻ ഒറീസന്ന് വന്ന സാറേ, ഒറീസന്നാ വന്നേ. അവിടെ 5 ദിവസം എടുക്കും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ. റിപ്പോർട്ട് കിട്ടാൻ 5 ദിവസം എടുക്കും. അല്ല, നിങ്ങൾ ആന്റിജൻ ഒന്നും എടുത്തിട്ടില്ല? ഇല്ല. നമ്മള് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആന്റിജൻ ടെസ്റ്റ് വേണം. ആരും ചോദിച്ചില്ല സാറേ. അല്ല, നമ്മൾ ഇവിടുന്നാണ് കൂടുതൽ കമ്പൽസറി നിർബന്ധം നോക്കണ ഇവിടെ ഉള്ളൂ. അവിടെ നോക്കണമെന്നില്ല. കേരള ഗവൺമെന്റ് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടപ്പോ? പാസ്സുള്ളത് ഓക്കെ. പക്ഷെ നിങ്ങള് കൊറോണ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. നെഗറ്റീവിന്റെ സർട്ടിഫിക്കറ്റ്, പോസിറ്റീവിന്റെ അല്ല, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ തൊടുപുഴ വരെ എത്താനുള്ളതല്ലേ? നിങ്ങള് ഇവിടുന്ന് കാണിച്ചാലേ വിടാൻ പാടുള്ളൂ എന്നാണ് ഓർഡർ. ഒരു കാര്യം ചെയ്യും, ഇവിടെ 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പിംസ് ഹോസ്പിറ്റൽ ഉണ്ട്. പിംസ് PIMS, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടെ പോയിട്ട് ആന്റിജൻ എടുക്കുക. ആന്റിജൻ എടുത്തിട്ട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് പോവുക. കാരണം ഇന്ന് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് കേരളത്തിൽ. നിങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റിലും ചെക്കിംഗ്. നിങ്ങൾ ഈ പാസ് കാണിച്ചെടുത്താൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ വേറെ സംസ്ഥാനം വരുത്താണെന്ന് അറിയും. നിങ്ങൾ രണ്ടാമത് ചോദിക്കുന്നത് അതായിരിക്കും, ആന്റിജൻ ടെസ്റ്റ് ആയിരിക്കും. നിങ്ങൾ യാത്ര മുടങ്ങാതിരിക്കാൻ എടുത്തിട്ട് പോകും. നിർബന്ധമായിട്ട് എടുക്കണം. 3 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡ് ആണ്. യാത്ര മുടങ്ങാതിരിക്കാൻ. അപ്പം ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്. അപ്പം ഇനി നമുക്ക് പിംസ് ആശുപത്രിയിലേക്ക് പോകാം. അവിടെ പോയി ഇനി ടെസ്റ്റ് എടുക്കണം. കേരള കിടുക കേട്ടോ. തുടക്കം മുതലേ പൂട്ടാൻ തുടങ്ങി. വേറെ ഒരു സ്റ്റേറ്റും ചോദിച്ചിട്ടില്ല നമ്മളോട്, പക്ഷേ കേരളത്തിൽ ചോദിച്ചു. അയ്യോ, നമുക്കിവിടെ വെള്ളം പൊന്നിച്ച അമ്മ. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. റിസൾട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ ഒരു ബിരിയാണി കഴിക്കാം, കേരള ബിരിയാണി പറഞ്ഞാൽ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവർ ഫുഡ് തരില്ല കേട്ടോ. നമുക്ക് വണ്ടിക്കകത്തിരുന്ന് തന്നെ പോയി തിന്നേണ്ടി വരും. ആയിക്കോട്ടെ, അതെങ്കിലും കിട്ടിയല്ലോ. അത് ഈ കേരളത്തിലെ പോലീസുകാരൻ പറഞ്ഞു വെച്ചാൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആണ് പുള്ളി ടെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പം എല്ലാ ചെക്ക് പോസ്റ്റ് നമ്മൾ നിർത്തി നമ്മളോട് ചോദ്യം ചോദിക്കും, പിന്നെ വിടില്ലായിരിക്കും. ബെറ്റർ എടുത്തുകൊണ്ട് പോകണമായിരിക്കും നല്ലത്. അവിടെ ബിരിയാണി കിട്ടി. ഇതുണ്ട് ബിരിയാണി. നാട്ടിലത്തെ ബിരിയാണി ടേസ്റ്റ്
അവിടെ ഒറിജിനലൊന്നും കിട്ടില്ല. അവിടെ ഇതുപോലത്തെ ഒന്നുമില്ല, ചുമ്മാ ഒരു കുറച്ച് മസാലയും കോഴി ഫ്രൈ അങ്ങോട്ട് ചെയ്തിട്ടു. ഒരു ടേസ്റ്റും ഇല്ല, ചുമ്മാ വയറ് നിറയ്ക്കാവുന്നുള്ളൂ. പിന്നെ ഉടുക്കത്തെ എസെൻസുമാണ്. അവിടെ ഒറിജിനൽ ബിരിയാണിക്കകത്ത് അവർ മുട്ട തരില്ല കേട്ടോ. മുട്ട ഇവിടെ നാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. മുട്ട ചിലയിടത്ത് നാട്ടിലൊക്കെ ആളും ചിലയിടത്തേ കിട്ടുള്ളൂ, പക്ഷേ എല്ലായിടത്തും മുട്ട കിട്ടില്ല. വലിയ കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് ബാക്കി വിശേഷങ്ങൾ പറയാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഞാൻ പറയാം. ഓക്കെ. നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ടോ? ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് വിടാം. ഇനി വീട്ടിലേക്ക്. സാറിന്റെ പേര്? ആനന്ദ്. ആനന്ദ് സാർ. സാറിനെ ഞാൻ വന്നപ്പം തൊടുപുഴ ഇടുക്കി എറണാകുളം ഇടയ്ക്ക് ഡിസ്ട്രിക്റ്റിൽ ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സാറ് വിളിച്ച് ചോദിച്ചു എവിടുന്നാ വന്നേ. ഇത് എൻ്റെ വണ്ടിയുടെ കോലം കണ്ടപ്പം പറഞ്ഞു ഇതന്നെ വണ്ടിയുടെ കോലം കണ്ടോ, വണ്ടിയുടെ കോലം കണ്ടോ, ഇത് എവിടുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒറീസ എന്നാ പറഞ്ഞു. സാറ് തംസപ്പ് അടിച്ചു. അപ്പം താങ്ക് യു ഫോർ ദ സർവീസ്. ഇതുണ്ടോ സാറേ, എഴുതണം ഉണ്ടോ സാറേ? അതൊക്കെ ഞാൻ ചോദിച്ചേ. ബിഗ് സല്യൂട്ട് ടു കൊറോണ വൈറസ്. ഓക്കെ, ഇത് ഞങ്ങളുടെ ബോർഡറാണ്, ജില്ലാ ബോർഡറാണ്. ഇടുക്കി കോട്ടയം ജില്ലാ ബോർഡറാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ത്രൂ ഔട്ടുണ്ട്, 24 മണിക്കൂറുണ്ട്. അപ്പോൾ വേറെ ഒരു ബോർഡർ ചെക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ, ഇവിടെ ഈ ബോർഡറാണ് ചെക്കിംഗ്. ഇത് ഇടുക്കി, ഇതിവിടെ കൂടുതലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ നമുക്ക് കുറവുണ്ട്. ഓക്കെ സാർ, താങ്ക് യു, നമസ്കാരം. ഓക്കെ ഓക്കെ. പോയോ പറ്റില്ല? അല്ല, വണ്ടിയുടെ കാര്യം. ഓക്കെ, 6404 രൂപ. അപ്പം ഈ മൈലേജ് നമുക്ക് ചെക്ക് ചെയ്യാം, എത്ര വേണമെന്ന് മൈലേജ്. വണ്ടിയുടെ മൊത്തം കിലോമീറ്റർ 830 കിലോമീറ്റർ. ഡീസൽ അടിച്ചേക്കണത് 69.2 ലിറ്റർ. അപ്പോൾ എത്രയാണ് നോക്കട്ടെ. 830 ഡിവൈഡ് ബൈ 60
9.2 12 കിലോമീറ്റർ പെർ ലിറ്റർ. കുഴപ്പമില്ല. അപ്പം ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ വൈകുന്നേരം 4:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി. സേഫായിട്ടാണ് വീട്ടിലെത്തിയത്. കുഴപ്പമൊന്നുമില്ല, വണ്ടിക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിർദ്ദേശങ്ങൾ കമൻസിൽ എന്നെ അറിയിക്കുക. അപ്പം എല്ലാവരോടും എൻ്റെ നന്ദി, നമസ്കാരം. ടാറ്റാ. ബൈ ബൈ. ബൈ ബൈ പറഞ്ഞു ഇവിടെ. ബൈ ബൈ. ബൈ ബൈ.